Today we are going to discuss about the continuation of the classification of derivatives. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് ഡെറിവേറ്റീവ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഓൺ ദ ബേസിസ് ഓഫ് നാച്ചർ ഓഫ് കോൺട്രാക്ട് ഡെറിവേറ്റീവ്സിനെ ക്ലാസിഫൈ ചെയ്തത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് ഓൺ ദി ബേസിസ് ഓഫ് അണ്ടർലൈയിങ് അസറ്റ്. അണ്ടർലൈയിങ് അസറ്റിന്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ തരത്തിലാണ് ഡെറിവേറ്റീവിനെ തരംതിരിച്ചിട്ടുള്ളത്? അണ്ടർലൈയിങ് അസറ്റ് എന്താ നമുക്കറിയാം അല്ലേ? അണ്ടർലൈയിങ് അസറ്റ് ഈസ് ദ ബേസ് ഫോർ ദി ഡെറിവേറ്റീവ്. അണ്ടർലൈയിങ് അസറ്റ് ഈസ് ദ ബേസ് ഫോർ ദി ഡെറിവേറ്റീവ്. ഒരു ഡെറിവേറ്റീവിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, ബേസ്, അടിത്തറ എന്ന് പറയുന്നത് എന്താണ്? അണ്ടർലൈയിങ് അസറ്റ് ആണ്. വിത്തൗട്ട് അണ്ടർലൈയിങ് അസറ്റ് ഇല്ലാതെ ഡെറിവേറ്റീവ് ഹാസ് നോ വാല്യൂ. ഡെറിവേറ്റീവിന് എന്തില്ല? ഒരു മൂല്യവുമില്ല, ഒരു വാല്യൂ ഇല്ല. ഡെറിവേറ്റീവ്സ് ആർ ഡിപ്പെൻഡന്റ് അല്ലേ ഓൺ അണ്ടർലൈയിങ് അസറ്റ്. അണ്ടർലൈയിങ് അസറ്റിൽ നിന്നുമാണ് ഡെറിവേറ്റീവിന്റെ വാല്യൂ ഡിറൈവ് ചെയ്യുന്നത്. ദ വാല്യൂ ഓഫ് ഡെറിവേറ്റീവ്സ് ഡിറൈവ്ഡ്, ഉണ്ടാകുന്നത്, ഉദ്ഭവിക്കുന്നത്. ദ വാല്യൂ ഓഫ് ഡെറിവേറ്റീവ്സ് ഡിറൈവ്ഡ് ഫ്രം ദി വാല്യൂ ഓഫ് ദി അണ്ടർലൈയിങ് അസറ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അണ്ടർലൈയിങ് അസറ്റിന്റെ അടിസ്ഥാനത്തിൽ ഏതെല്ലാം തരത്തിലാണ് ഡെറിവേറ്റീവിനെ തരംതിരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഓൺ ദ ബേസ് ഓഫ് അണ്ടർലൈയിങ് അസറ്റ് ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ്, ശ്രദ്ധിക്കുക, കൊമ്മോഡിറ്റി ഡെറിവേറ്റീവ്. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് അണ്ടർലൈയിങ് അസറ്റ്. അണ്ടർലൈയിങ് അസറ്റിന്റെ അടിസ്ഥാനത്തിൽ ഡെറിവേറ്റീവിനെ ഒന്നാമതായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? കൊമ്മോഡിറ്റി ഡെറിവേറ്റീവ് എന്നാണ്. എന്താണ് കൊമ്മോഡിറ്റി ഡെറിവേറ്റീവ്? കൊമ്മോഡിറ്റി എന്ന് വെച്ചാൽ എന്താണ്? കൊമ്മോഡിറ്റി നമുക്കറിയാം, അണ്ടർലൈയിങ് അസറ്റ് ആയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം അല്ലേ? അണ്ടർലൈയിങ് അസറ്റ് ആയിട്ട് എന്ത് സാധനം വേണമെങ്കിലും, മൂല്യമുള്ള അല്ലെ, വാല്യൂ ഉള്ള ഏതൊരു വസ്തുവിനെ എന്ത് ചെയ്യാം? നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അണ്ടർലൈയിങ് അസറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ കൊമ്മോഡിറ്റി ഡെറിവേറ്റീവ് ആണ്. അപ്പൊ എന്താണ് ഈ കൊമ്മോഡിറ്റി? കൊമ്മോഡിറ്റി എന്ന് വെച്ചാൽ എന്താണ്? സാധനങ്ങൾ, വസ്തുക്കൾ. സാധനങ്ങൾ എന്നുള്ള അർത്ഥമല്ലേ? ഓക്കെ. അപ്പോൾ വസ്തുക്കൾ, സാധനങ്ങൾ എന്ത് അണ്ടർലൈയിങ് അസറ്റ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട്, ചില വസ്തുക്കളെ അണ്ടർലൈയിങ് അസറ്റ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഉള്ള ഡെറിവേറ്റീവ്സ് ആണ് commodity derivatives. Commodity derivatives are the derivatives. The underlying asset in that derivative is commodities. ഇവിടെ സാധനങ്ങളാണ്, വസ്തുക്കളാണ് എന്തായിട്ടുള്ളത്? അണ്ടർലൈയിങ് അസറ്റ് ആയിട്ടുള്ളത്. എന്തൊക്കെ സാധനങ്ങളാണ്? അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് ആയിട്ടുള്ള, കാർഷിക ഉൽപ്പന്നങ്ങളായിട്ടുള്ള റൈസ് അല്ലെ, അരി, വീറ്റ്, ഗോതമ്പ്, കോഫി, അതുപോലെ റബ്ബർ, ഇങ്ങനെയുള്ള സാധനങ്ങൾ, അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് ആയിട്ടുള്ള റൈസ്, വീറ്റ്, കോഫി, റബ്ബർ പോലെയുള്ള അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് ഒക്കെ എന്തായിട്ട് ഉപയോഗിക്കുന്നുണ്ട്? കൊമ്മോഡിറ്റി ഡെറിവേറ്റീവിലെ അണ്ടർലൈയിങ് അസറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. ദാറ്റ് മീൻസ് ദിസ് ഈസ് കൊമ്മോഡിറ്റി. ഈ കൊമ്മോഡിറ്റീസിന്റെ മുകളിൽ, റൈസ്, വീറ്റ്, കോഫി, റബ്ബർ പോലെയുള്ള കൊമ്മോഡിറ്റീസിന്റെ മുകളിൽ, അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റിന്റെ മുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റിന്റെ മുകളിൽ അണ്ടർലൈയിങ് അസറ്റ് ആയിട്ട് വെച്ചുകൊണ്ട് ഡെറിവേറ്റീവ്സ് ഫോം ചെയ്യുന്നുണ്ട്. These are the commodities. The value of a derivative derived from these commodities. That's why it's called a commodity derivative. ഇവിടെ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് മാത്രമല്ല, സം ഓഫ് ദി മെറ്റൽസ്, ചില മെറ്റൽസും എന്ത് ചെയ്യുന്നുണ്ട്? ചില മെറ്റൽസും അണ്ടർലൈയിങ് അസറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് കൊമ്മോഡിറ്റി ഡെറിവേറ്റീവിൽ. ഏതൊക്കെയാണ്? കോപ്പർ, ഗോൾഡ്, സിൽവർ, സിങ്ക് പോലെയുള്ള, നിക്കൽ പോലെയുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? എന്തായിട്ട് ഉപയോഗിക്കുന്നുണ്ട്? കൊമ്മോഡിറ്റി ഡെറിവേറ്റീവിലെ അണ്ടർലൈയിങ് അസറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പൊ കിട്ടിയല്ലോ. കൊമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ് ആർ ബേസ്ഡ് ഓൺ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് ആൻഡ് മെറ്റൽസ്. അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് ആയിട്ടുള്ള റൈസ്, വീറ്റ്, കോഫി, റബ്ബർ പോലെയുള്ളവ, മെറ്റൽസ് ആയിട്ടുള്ള കോപ്പർ, ഗോൾഡ്, സിൽവർ പോലെയുള്ളവ, ഇതിനെയൊക്കെ അണ്ടർലൈയിങ് അസറ്റ് ആയിട്ട് വെച്ചുകൊണ്ടാണ് കൊമ്മോഡിറ്റി ഡെറിവേറ്റീവ് ഉള്ളത്. ദ വാല്യൂ ഓഫ് ഡെറിവേറ്റീവ്, കൊമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ് ഡിറൈവ്ഡ് ഫ്രം ദീസ് commodities. ഓക്കെ, കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്ത നോക്കാം. സെക്കൻഡ് വൺ, ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്. രണ്ടാമത്തേതാണ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് ഓൺ ദ ബേസിസ് ഓഫ് അണ്ടർലൈയിങ് അസറ്റ്. അണ്ടർലൈയിങ് അസറ്റിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഫൈനാൻഷ്യൽ ഡെറിവേറ്റീവ്. അപ്പോൾ എന്താണ് ഫൈനാൻഷ്യൽ ഡെറിവേറ്റീവ്? ഫൈനാൻഷ്യൽ ഡെറിവേറ്റീവ് ഡെറിവേറ്റീവ് ആണ്. അതെന്തുമായി ബന്ധപ്പെട്ടതാണ്? ഫൈനാൻഷ്യൽ ആണ് അല്ലേ? നമുക്ക് നോക്കാം. ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്
like shares, debentures, bonds are the underlying assets. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആയിട്ടുള്ള ഷെയറുകൾ, ഡിബഞ്ചർ, ബോണ്ട്, ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ, ഡിബഞ്ചർ, ബോണ്ട് പോലെയുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആണ് എന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ടും ഇവിടെ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവിലെ അണ്ടർലൈങ് അസറ്റ് ആയിട്ടുള്ളത്. ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് എന്ന് ചോദിക്കുമ്പോൾ what do you mean by financial derivative എന്ന് ചോദിക്കുമ്പോൾ എഴുതി വെക്കാം. Financial derivatives are the derivatives. The value of the derivative derived from the value of financial instruments. Financial instruments ആയിട്ടുള്ള ഷെയർ, ഡിബഞ്ചർ, ബോണ്ട് പോലെയുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിന്റെ വാല്യൂ ഡിറൈവ് ചെയ്യുന്നത് എന്ന് എഴുതാം. ഓക്കെ, കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്. തരം. ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് ഏതെല്ലാം തരത്തിൽ തരംതിരിച്ചിരിക്കുന്നു, ഏതെല്ലാം രീതിയിലുള്ള ഫിനാൻഷ്യൽ ഡെറിവേറ്റീവുകളാണ് ഉള്ളത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്. ഫൈനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ടൈപ്പ് ഒന്നാമത്തേത് കറൻസി ഡെറിവേറ്റീവ്. ഇവിടെ അണ്ടർലൈങ് അസറ്റ് ഏതാ നോക്കണം, കറൻസി ഡെറിവേറ്റീവ്. അണ്ടർലൈങ് അസറ്റ് ഏതാണ്, കറൻസിയാണ്. The currency of a country, the official currency of a country is the underlying asset in currency derivatives. Currencies like UAE dirham, Indian rupee, US dollar, British pound, Japanese yen, these all are currencies. On the basis of this currency we can create the derivative. On the basis of this type of currencies we can create derivatives. On the basis of value of this currency we can make a derivative. That is called a currency derivative. That means currency derivatives are based on the rate of currency rate of any particular currency. കറൻസി റേറ്റ് ഓഫ് എനി പർട്ടിക്കുലർ കറൻസി. ഓക്കെ, കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, കറൻസി ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ ഒരു കറൻസിയുടെ റേറ്റിന്റെ, ഒരു രൂപയുടെ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് ഉണ്ടാവുന്നത്. ഓൺ ദ ബേസ് ഓഫ് ദി കറൻസി റേറ്റിന്റെ അടിസ്ഥാനത്തിൽ. സോ ദ കറൻസി റേറ്റ് ഈസ് ദ അണ്ടർലൈങ് അസറ്റ്. ഇവിടെ എന്താണ്, കറൻസി റേറ്റ് ആണ്. ഏത് കറൻസി ആവാം, ഇന്ത്യൻ റുപ്പി ആവാം, US ഡോളർ ആവാം, ബ്രിട്ടീഷ് പൗണ്ട് ആവാം, ജപ്പാനീസ് yen ആവാം, ഏതുമാവാം. So currency derivatives. Second one, interest rate derivatives. പലിശ നിരക്ക് അല്ലെ, interest rate. Here the underlying asset is interest rate. ഇവിടെ ഏതാണ് underlying asset? interest rate ആണ്, പലിശ നിരക്കാണ്. വ്യത്യസ്തമായ പലിശ നിരക്കുകളുണ്ട്. On the basis of different kinds of financial loans and advances, bonds and debentures and transactions, there are several kinds of interest rate in a country. On the basis of the interest rate ന്റെ അടിസ്ഥാനത്തിൽ ഡെറിവേറ്റീവ്സ് ഫോം ചെയ്യുന്നു, ഡെറിവേറ്റീവ് രൂപീകരിക്കുന്നു, ഡെറിവേറ്റീവ് ഉണ്ടാക്കുന്നു. അത്തരത്തിലുള്ള ഡെറിവേറ്റീവ്സ് ആണ് ഏത്, ഇൻട്രസ്റ്റ് റേറ്റ് ഡെറിവേറ്റീവ്. ഇൻട്രസ്റ്റ് റേറ്റ് ഡെറിവേറ്റീവ്സ്, the value of these derivatives are derived from the റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ്. ഏതെല്ലാം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റുകൾ ഉണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കുക. ലിബോർ, LIBOR, ലിബോർ, ലണ്ടൻ ഇന്റർ ബാങ്ക് ഓഫർ റേറ്റ്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് ട്രഷറി ബിൽസ്, ബോണ്ട്സ് എക്സെട്ര. ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് ട്രഷറി ബില്ല്, ബോണ്ട്, ഡിബഞ്ചർ എക്സെട്ര. ഇതൊക്കെ ഇൻട്രസ്റ്റ് റേറ്റുകളാണെന്ന് ഓർത്ത് വെക്കുക. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്, ഇതിന്റെയൊക്കെ ബേസിലാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഡെറിവേറ്റീവ് ഉണ്ടാകുന്നത്. Third one, equity derivatives. Equity derivatives are the derivatives based on the value of equity shares. Equity derivatives are the derivatives, the value of that derivative derived from the value of equity share. Equity ഷെയറിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്, ഇക്വിറ്റി ഡെറിവേറ്റീവ്സിന്റെ വാല്യൂ ഉണ്ടാകുന്നത്. നെക്സ്റ്റ് വൺ, ഇൻഡെക്സ് ഡെറിവേറ്റീവ്സ്. ഇൻഡെക്സ് ഏത് ഇൻഡെക്സ് ആണ്, സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ്. സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുന്നതാണ്. ഹിയർ ദ അണ്ടർലൈങ് അസറ്റ് ഈസ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ്.
ഇൻഡെക്സ് ഡെറിവേറ്റീവില് അണ്ടർലൈങ് അസറ്റ് ആയിട്ടുള്ളത് ഏതാണ്? സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് ആണ്. ഏതൊക്കെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് നമുക്കറിയാം? ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ ഇൻഡെക്സ് ആണ് ഏത്? BSE സെൻസെക്സ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡെക്സ് ആണ് BSE സെൻസെക്സ്. അതുപോലെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് ആണ് ഏത്? നിഫ്റ്റി എന്നറിയപ്പെടുന്നത്, NSE നിഫ്റ്റി. അപ്പൊ എന്ത് ചെയ്യുന്നു? ഇത്തരത്തിലുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സിനെ അണ്ടർലൈങ് അസറ്റ് ആയിട്ട് വെച്ചുകൊണ്ട് ഉള്ള ഡെറിവേറ്റീവ്സ് ആണ് ഇൻഡെക്സ് ഡെറിവേറ്റീവ്സ് എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ക്രെഡിറ്റ് ഡെറിവേറ്റീവ്സ് ആർ ഓൾവേസ് ഫോംഡ് ഫോർ സോൾവിങ് ദി ഡിഫോൾട്ടിംഗ് റിസ്ക് റീപേയ്മെന്റുമായി ബന്ധപ്പെട്ട്, കടം വാങ്ങിയ തുക തിരിച്ചടവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന റിസ്കിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ക്രെഡിറ്റ് ഡെറിവേറ്റീവ്സ് ഉള്ളതെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ അതർ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്. മറ്റ് ചില ഫിനാൻഷ്യൽ ഡെറിവേറ്റീവിനെ കുറിച്ച് കൂടി പറയുന്നു. ഫസ്റ്റ് വൺ വാറന്റ് എന്ന് വെച്ചാൽ എന്താണ്? ലോങ് ഡേറ്റഡ് ഓപ്ഷൻസ് കോൾഡ് വാറന്റ്സ്. ലോങ് ഡേറ്റ്, ദീർഘകാലത്തേക്ക് ഫിക്സ് ചെയ്തിട്ടുള്ള ദീർഘകാലത്തേക്കുള്ള ഓപ്ഷൻസിനെ വിളിക്കുന്ന പേരാണെന്ത്? വാറന്റ്സ് എന്നുള്ളത്. ദീർഘകാലത്തേക്കുള്ള ഓപ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഡെറിവേറ്റീവിന്റെ ഒരു ടൈപ്പാണ് അല്ലെ. അപ്പൊ ദീർഘകാലത്തേക്കുള്ള ലോങ് ഡേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസിനെ പറയുന്ന പേരാണെന്ത്? വാറന്റ്സ്. ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ അല്ല ട്രേഡ് ചെയ്യുക, പകരം ഓവർ ദ കൗണ്ടർ. ഇതൊരു ഓവർ ദ കൗണ്ടർ ഡെറിവേറ്റീവ് ആണ്. വാറന്റ് ഒരു ഓവർ ദ കൗണ്ടർ ഡെറിവേറ്റീവ് ആണ്. അതുപോലെ തന്നെ ലീപ്സിന്റെ ഫുൾ ഫോം നോക്കുക. ലോങ് ടേം ഇക്വിറ്റി ആന്റിസിപ്പേഷൻ സെക്യൂരിറ്റി ആണ്. എന്താണ് സംഭവം? ലീപ്സ് എന്ന് വെച്ചാൽ ഓപ്ഷൻ മെച്യൂരിറ്റി പീരീഡ് അപ് ടു 3 ഇയർ, 3 വർഷം വരെ കാലാവധിയുള്ള ഓപ്ഷൻസിനെ വിളിക്കുന്ന പേരാണ് ലീപ്സ്. അതുപോലെ തേർഡ് വൺ ബാസ്കറ്റ്സ്. ദീസ് ആർ ഓപ്ഷൻസ് ബേസ്ഡ് ഓൺ എ പോർട്ട്ഫോളിയോ ഓഫ് അണ്ടർലൈങ് അസറ്റ്. ശ്രദ്ധിക്കുക, ഒരു കൂട്ടം അണ്ടർലൈങ് അസറ്റിന്റെ ഒരു പോർട്ട്ഫോളിയോ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് എ മിക്സ് ഓഫ് സെക്യൂരിറ്റി, ഇറ്റ് ഈസ് എ മിക്സ് ഓഫ് അസറ്റ്, ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് സെക്യൂരിറ്റീസ് ഓർ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് അസറ്റ്. ഒരു കൂട്ടം സെക്യൂരിറ്റീസിന്റെ ഒരു കളക്ഷനെയാണ് പോർട്ട്ഫോളിയോ എന്ന് വിളിക്കുന്നത്. അതിന്റെ ആ പോർട്ട്ഫോളിയോയിൽ നിന്നുമാണ് ഒരു ഓപ്ഷന്റെ വാല്യൂ ഉണ്ടാവുന്നത് എങ്കിൽ അത്തരത്തിലുള്ളതിന് വിളിക്കുന്ന പേരാണ് ബാസ്ക്കറ്റ്. ഇവിടെ നമ്മൾ വാല്യൂ എടുക്കൽ എപ്പോഴും എങ്ങനെയായിരിക്കും? വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് ആയിരിക്കും. കാരണം ഇവിടെ ഒരു സെക്യൂരിറ്റിയുടെ മുകളിലല്ല, ഒരു ഫിനാൻഷ്യൽ അസറ്റിന്റെ മുകളിലല്ല എടുക്കുന്നത്, പകരം ഒരു കൂട്ടം ഫിനാൻഷ്യൽ അസറ്റിന്റെ മുകളിലായതുകൊണ്ട് തന്നെ വെയ്റ്റഡ് ആവറേജ്, പോർട്ട്ഫോളിയോയുടെ വെയ്റ്റഡ് ആവറേജിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വാല്യൂ എടുക്കുക എന്നുള്ള ഓർത്ത് വെക്കുക. അതാണ് ബാസ്ക്കറ്റ്. നെക്സ്റ്റ് വൺ വെതർ ഡെറിവേറ്റീവ്സ്. വെതർ, കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ഡെറിവേറ്റീവ് ഏതൊക്കെയാണ്? മഴ, അതുപോലെ ഊഷ്മാവ് അല്ലെ, അതുപോലെ മഞ്ഞ്, ഹ്യൂമിഡിറ്റി, ഈർപ്പം അല്ലെ, റെയിന്, ടെമ്പറേച്ചർ, സ്നോ, ഹ്യൂമിഡിറ്റി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുടെ മുകളിലാണ് വെതർ ഡെറിവേറ്റീവ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. പ്രധാനമായും ഇത് ഉപയോഗിക്കുന്ന ആരാണ്? ഫാമേഴ്സ് ആണ്, കർഷകരാണ്. ഇതിനു വേണ്ടിയിട്ട് ഫോർ സെക്യൂറിംഗ് ദി പ്രൊട്ടക്ഷൻ ഫ്രം ദി വെതർ കണ്ടീഷൻ, ഇംപ്രോപ്പർ വെതർ കണ്ടീഷൻ, കാലാവസ്ഥയിൽ ഉണ്ടാവുന്ന വ്യതിയാനത്തിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ട് ഫാർമേഴ്സ് ഉപയോഗിക്കുന്ന ഒരു ഡെറിവേറ്റീവ് ആണ് ഏത്? വെതർ ഡെറിവേറ്റീവ്സ്. ഓക്കെ, ടുഡേ വി ആർ ഡിസ്കസ് the classification of derivative on the basis of underlying asset. First of all, commodity derivative, second one financial derivative. Again the financial derivative classified into several categories: currency derivative, interest rate derivatives, equity derivatives, index derivatives, credit derivatives, and other financial derivatives like warrants, leases, baskets, weather derivative. ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.